എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. മഹാഭാരതം കഴിഞ്ഞ ഭാഗത്തിൽ അർജുനൻ ദേവലോകത്ത് നിന്ന് തിരിച്ചു വരുന്നതും അർജുനൻ ദേവേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം അസുരന്മാരെ വധിക്കുന്നതും പറ്റിയെല്ലാമാണ് നമ്മൾ കേട്ടത്. അതിനു മുൻപായി ഞാൻ പാണ്ഡവരുടെ പൂർവികനായ നഹുഷൻ എന്ന രാജാവിനെ പറ്റിയും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നഹുഷൻ ആരായിരുന്നുവെന്നും എങ്ങനെയാണ് നഹുഷൻ സർപ്പമായി മാറിയതെന്നുമെല്ലാം ആ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക. കാരണം ഇന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന മഹാഭാരതത്തിൻ്റെ ഭാഗം മനസ്സിലാകണമെങ്കിൽ ആ വീഡിയോ ആദ്യം കാണേണ്ടതാണ്. നമുക്ക് ഇനി മഹാഭാരതത്തിലേക്ക് കടക്കാം. അങ്ങനെ പാണ്ഡവരും ദ്രൗപദിയും വനവാസം തുടർന്നു. 12 വർഷം നീണ്ട വനവാസ കാലത്തിൻ്റെ 11ാം വർഷമാണ് ഇപ്പോൾ. ഇനി വനവാസം 1 വർഷം കൂടെയാണ് ബാക്കി. അത് കഴിഞ്ഞാൽ 13ാം വർഷം അജ്ഞാതവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. പതിവ് പോലെ ഒരു ദിവസം രാവിലെ ഭീമൻ എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണത്തിനായി വേട്ടയാടുവാനായി പോയി. ഭീമൻ പതിവായി വേട്ടയാടുവാൻ പോകുന്ന ദിശ അറിയാമായിരുന്ന മൃഗങ്ങൾ പ്രാണരക്ഷാർത്ഥം ഉൾവനത്തിലേക്ക് മാറിയിരുന്നു. സ്ഥിരമായി പോകാറുള്ള പ്രദേശത്തേക്ക് പോയാൽ മൃഗങ്ങളെ കിട്ടുവാൻ വളരെ പ്രയാസമായിരിക്കുമെന്നറിയാവുന്ന ഭീമൻ അന്ന് താൻ അതുവരെ പോകാത്ത കാട്ടിൻ്റെ ഒരു പ്രദേശത്തേക്കാണ് പോയത്. അതിഘോരമായ വനം. സൂര്യരശ്മികൾ പോലും ഭൂമിയിൽ പതിക്കാത്ത വിധം ഇടതൂർന്ന് വളരുന്ന സസ്യങ്ങളും മഹാവൃക്ഷങ്ങളും. ഭീമനും ആവേശമായി. ഇന്ന് ഈ വനത്തിൽ പുതിയതായി എന്തെങ്കിലും താൻ കണ്ടെത്തും. ഒരു ഗവേഷകന്റെ ആവേശത്തോടെ കണ്ണിൽ കണ്ടതിനെയെല്ലാം ഗദ കൊണ്ട് തച്ചുടച്ച് ഭീമൻ പ്രയാണം തുടർന്നു. മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണുവാൻ കഴിയാത്ത അത്രയും ഘോരമായ വനം. തങ്ങളുടെ ഭക്ഷണമായി മാറുവാനായി ഇന്ന് ഏത് മൃഗമാണ് തൻ്റെ മുന്നിലേക്ക് വന്ന് ചാടുവാൻ പോകുന്നത് എന്നാലോചിച്ച് ഭീമൻ നടന്നു. പതിവിലും വിപരീതമായി അന്ന് ഭീമന് വേട്ടയാടുവാൻ മൃഗങ്ങളെ ഒന്നും കിട്ടിയില്ല. വനത്തിൻ്റെ ഈ ഭാഗത്തിന് എന്താണ് പ്രത്യേകത എന്ന് ഭീമൻ കരുതി. മറ്റ് മൃഗങ്ങളെയെല്ലാം കൊന്ന് ഭക്ഷിക്കുന്ന വേറെ ഏതെങ്കിലും വന്യജീവികൾ ഇവിടെ കാണുമോ? അസുരന്മാരോ രാക്ഷസന്മാരോ ഈ പ്രദേശത്തെ മൃഗങ്ങളെയെല്ലാം ഭക്ഷിച്ച് തീർത്തിട്ടുണ്ടായിരിക്കുമോ? ഭീമന് മനസ്സിലായില്ല. ഭീമൻ വനത്തിൽ കൂടുതൽ ഉള്ളിലേക്ക് കടന്നുകൊണ്ടിരുന്നു. ഇതേ സമയം തൻ്റെ അധീനതയിലുള്ള പ്രദേശത്തേക്ക് ഒരു മനുഷ്യൻ സ്വമേധയാ കയറി വരുന്നത് കണ്ട് മരച്ചില്ലയിൽ നിന്നും ഒരു മഹാസർപ്പം സന്തോഷിച്ചു. എത്ര ദിവസമായി താൻ വിശന്ന് വലഞ്ഞ് ഇരിക്കുന്നു. ഒരു മാനിനെ കഴിച്ച ദിവസങ്ങൾ മറന്നു പോയിരിക്കുന്നു. ഇതാ തൻ്റെ വിഷപ്പടക്കുവാനായി ഒരു ഇര വന്നിരിക്കുന്നു. തൻ്റെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. ഇന്ന് ഈ തടിയനെ വരിഞ്ഞു മുറുക്കി കൊന്നു ഭക്ഷിക്കണം, സർപ്പം ഓർത്തു. ഭീമൻ നടന്ന് താൻ വിശ്രമിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലായി എത്തിയതും ആ ഭീമാകാരനായ സർപ്പം ഭീമൻ്റെ മുകളിലേക്ക് വീണു. അപ്രതീക്ഷിതമായ നാഗത്തിൻ്റെ ആക്രമണത്തിൽ ഭീമൻ്റെ കയ്യിൽ നിന്നും ഗദ ദൂരെ തെറിച്ചു വീണു. നിരായുധനായ ഭീമനെ സർപ്പം വരിഞ്ഞു മുറുക്കുവാൻ ആരംഭിച്ചു. തൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഭീമൻ അത്രയും ഭീമാകാരനായ ഭയങ്കരനായ ഒരു സർപ്പത്തെ കണ്ടിട്ടില്ലായിരുന്നു. ആ സർപ്പത്തെ കണ്ട് ഞെട്ടിത്തെറിച്ചു പോയ ഭീമന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുന്നതിന് മുൻപായി തന്നെ സർപ്പം ഭീമനെ വരിഞ്ഞു മുറുക്കിക്കളഞ്ഞു. ഭീമൻ തൻ്റെ സർവ്വശക്തിയും എടുത്ത് സർപ്പത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. അതിന് സാധിക്കുന്നില്ല. താൻ ഓരോ പ്രാവശ്യവും ശ്വാസം വിടുമ്പോൾ സർപ്പം കൂടുതലായി തന്നെ വരിഞ്ഞു മുറുക്കുകയാണ് എന്ന് ഭീമന് മനസ്സിലായി. 1000 മതയാനകളുടെ ശക്തിയുള്ള തനിക്ക് ഇത് എന്ത് പറ്റി? തൻ്റെ ശക്തിക്ക് എന്ത് സംഭവിച്ചു? ഒരു പെരുമ്പാമ്പ് തന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നുവോ? ഭീമൻ അത്ഭുതത്തോടെ ഓർത്തു. ലോകം മുഴുവൻ വാഴ്ത്തുന്ന മഹാബലവാനായ ഭീമന്റെ അന്ത്യം ഈ പെരുമ്പാമ്പിലൂടെ ആയിരിക്കുമോ? മരണപ്പെടുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ക്ഷത്രിയൻ ആഗ്രഹിക്കുന്നത് വീരോചിതമായ മരണമാണ്. യുദ്ധഭൂമിയിൽ മരിക്കുന്നതിൽ അന്തസ്സുണ്ട്. വെറുമൊരു സർപ്പത്താൽ മരണപ്പെടുന്നത് കഷ്ടമാണ്. തൻ്റെ ജീവിതം ഈ പെരുമ്പാമ്പിൻ്റെ ഭക്ഷണമായി തീരുവാൻ വേണ്ടിയുള്ളത് മാത്രമായിരുന്നുവോ? താൻ മരണപ്പെട്ടാൽ തൻ്റെ സഹോദരന്മാർക്കും ദ്രൗപദിക്കും ആ വിഷമം താങ്ങുവാൻ കഴിയുകയില്ല. ഭീമൻ സർപ്പത്തിൻ്റെ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. സാധിക്കുന്നില്ല. കഷ്ടിച്ച് ശ്വാസമെടുക്കുവാൻ മാത്രമേ ഭീമന് സാധിക്കുന്നുള്ളൂ. ഭീമൻ കഷ്ടപ്പെട്ട് സംസാരിക്കുവാൻ ശ്രമിച്ചു. ഭീമൻ സർപ്പത്തോട് ചോദിച്ചു, നീ ആരാണ്? സത്യം പറയൂ. ഇത്രയും ബലം ഒരു സാധാരണ സർപ്പത്തിന് കിട്ടുകയില്ല. എന്നെ കീഴ്പ്പെടുത്തുവാൻ നിനക്ക് കഴിയുന്നുവെങ്കിൽ നീ ഒരു സാധാരണ സർപ്പവുമല്ല. നിന്റെ അസാധാരണമായ വലിപ്പം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. പറയൂ, നീ ആരാണ്? സർപ്പം പറഞ്ഞു, സത്യമാണ് നീ പറയുന്നത്. ഞാൻ ഒരു സാധാരണ സർപ്പമല്ല. ഞാൻ ചന്ദ്രവംശത്തിൽ പിറന്ന നഹുഷൻ എന്ന രാജാവാണ്. അഗസ്ത്യമുനിയാൽ ശപിക്കപ്പെട്ട ഞാൻ ഒരു സർപ്പമായി മാറിയതാണ്. എനിക്ക് ശാപമോക്ഷം തരുവാൻ എൻ്റെ വംശപരമ്പരയിൽ ജനിച്ച യുധിഷ്ഠിരനെ കഴിയുകയുള്ളൂ. യുധിഷ്ഠിരൻ്റെ വരവും കാത്ത് കഴിയുകയാണ് ഞാൻ.
നിന്റെ സംശയം കഴിഞ്ഞുവെങ്കിൽ മരണത്തിന് കീഴടങ്ങിക്കൊള്ളുക. ഞാൻ വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. നിന്നെ ഭക്ഷിച്ചിട്ട് എനിക്ക് വിശ്രമിക്കുവാനുള്ളതാണ്. ഇതേ സമയം അങ്ങ് ദൂരെ യുധിഷ്ഠിരൻ ഭീമൻ ഇതുവരെ തിരിച്ചെത്താത്ത കാര്യം ശ്രദ്ധിച്ചു. യുധിഷ്ഠിരൻ സഹോദരങ്ങളോടും ദ്രൗപദിയോടും പറഞ്ഞു, സാധാരണ ഭീമൻ വേട്ടയാടുവാൻ പോയാൽ അധികം വൈകാതെ തന്നെ തിരിച്ചെത്തുകയാണല്ലോ പതിവ്. ഇന്ന് പതിവിന് വിപരീതമായി ഭീമൻ ഇത്ര നാഴികകൾ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയിട്ടില്ല. അവന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. സമയമൊട്ടും കളയുവാനില്ല. എത്രയും വേഗം ഭീമനെ അന്വേഷിച്ച് കണ്ടെത്തണം. ഭീമൻ പോയ വഴി കണ്ടെത്തുക എളുപ്പമാണ്. വൃഗോദരൻ സഞ്ചരിക്കുന്ന വഴിയിലെ ചെടികൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. മരങ്ങളെ അവൻ ഗദ കൊണ്ട് അടിച്ച് തകർത്തിട്ടുണ്ടാവും. അത് പിന്തുടർന്ന് നടന്നാൽ ഭീമന്റെ അടുത്ത് എത്താം. അർജുനനോടും നകുല സഹദേവന്മാരോടും പാഞ്ചാലിയെ സംരക്ഷിച്ചു കൊള്ളുവാൻ പറഞ്ഞിട്ട് യുധിഷ്ഠിരൻ ധൗമ്യ മഹർഷിയോടൊപ്പം ഭീമനെ അന്വേഷിച്ച് ഇറങ്ങി. ഇതേ സമയം ഉൾവനത്തിൽ ഭീമൻ സർപ്പത്തോട് പറഞ്ഞു, നഹുഷനോ, എൻ്റെ പൂർവികനാണ് അങ്ങ്. അങ്ങയെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ യുധിഷ്ഠിരൻ്റെ അനുജനായ ഭീമസേനനാണ്. നഹുഷൻ പറഞ്ഞു, കള്ളം, പച്ചക്കള്ളം. എന്നിൽ നിന്നും രക്ഷപ്പെടുവാനായി നീ പ്രയോഗിച്ച തന്ത്രം കൊള്ളാം. യുധിഷ്ഠിരൻ്റെ അനുജൻ ആണെന്ന് പോലും. ആപത്തിലകപ്പെട്ട ശത്രു പറയുന്നതൊന്നും വിശ്വസിക്കരുത് എന്നാണ് പ്രമാണം. പ്രാണരക്ഷാർത്ഥം അവൻ എന്തും പറയും. അത് വിശ്വസിക്കുവാൻ വെറും ഒരു വിഡ്ഢിയല്ല ഞാൻ. ഭീമൻ പറഞ്ഞു, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ യുധിഷ്ഠിരൻ്റെ സഹോദരനാണ്. ചന്ദ്രവംശകുലത്തിൽ ജനിച്ച പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും രണ്ടാമത്തെ പുത്രനായ ഭീമസേനനാണ് ഞാൻ. ഈ പ്രദേശത്തിന് സമീപത്തുള്ള ആശ്രമത്തിലാണ് യുധിഷ്ഠിരൻ വസിക്കുന്നത്. നഹുഷൻ പറഞ്ഞു, ഓഹോ, അങ്ങനെയാണോ? ആയിക്കൊള്ളട്ടെ. എന്നാലും നിന്നെ ഞാൻ ഭക്ഷണമാക്കുവാൻ പോവുകയാണ്. വിശപ്പ് എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. നീ പറയുന്നത് സത്യമെങ്കിൽ നിന്നെ തേടി നിന്റെ സഹോദരൻ ഇവിടെ വരാതിരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ യുധിഷ്ഠിരനെ കണ്ടുകൊള്ളാം. എനിക്ക് ശാപമോക്ഷം ലഭിക്കുകയും ചെയ്യും. നീ മരണത്തിന് കീഴടങ്ങിക്കൊള്ളുക. ഇത്രയും പറഞ്ഞ് ഭീമനെ ഭക്ഷിക്കുവാൻ നഹുഷൻ തൻ്റെ ഭീമാകാരമായ വാ തുറന്ന് അടുത്തതും നഹുഷൻ ഒരു ശബ്ദം കേട്ടു. നിൽക്കൂ, എന്നെ ഭക്ഷിച്ചുകൊള്ളുക. എൻ്റെ അനുജനെ വെറുതെ വിട്ടാലും. നഹുഷൻ തിരിഞ്ഞു നോക്കി. യുധിഷ്ഠിരനായിരുന്നു അത്. യുധിഷ്ഠിരൻ തൊഴുകൈയോടെ പറഞ്ഞു, സർപ്പശ്രേഷ്ഠ, ഞാൻ യുധിഷ്ഠിരനാണ്. ദയവ് ചെയ്ത് എൻ്റെ അനുജനെ വെറുതെ വിട്ടാലും, എന്നെ ഭക്ഷിച്ച് നീ വിശപ്പടക്കിയാലും. നഹുഷന്റെ കുരുക്ക് അഴിഞ്ഞു വരുന്നതായി ഭീമന് അനുഭവപ്പെട്ടു. നഹുഷൻ പറഞ്ഞു, ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ, എത്രയോ കാലമായി നിന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിന്റെ ഈ വരവിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നീ പറയുന്നത് സത്യമെങ്കിൽ, നീ യുധിഷ്ഠിരൻ തന്നെയാണെങ്കിൽ എൻ്റെ സംശയങ്ങൾ ദൂരീകരിച്ചാലും അതിലൂടെ എനിക്ക് ശാപമോക്ഷം ലഭിക്കുകയും എനിക്ക് തിരിച്ച് സ്വർഗപ്രാപ്തി ലഭിക്കുകയും ചെയ്യും. ഞാൻ നിന്റെ പൂർവികനായ നഹുഷനാണ്. പുരൂരവസിൻ്റെ കൊച്ചുമകൻ, ആയുസ്സിൻ്റെ പുത്രൻ. അഗസ്ത്യ മുനിയാൽ ശപിക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്നും സർപ്പമായി ഭൂമിയിലേക്ക് പതിച്ച നഹുഷൻ. യുധിഷ്ഠിരൻ നഹുഷനെ താണു വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അങ്ങയ്ക്ക് എൻ്റെ പ്രണാമം. അങ്ങയുടെ സംശയം എന്താണെന്ന് പറഞ്ഞാലും എൻ്റെ കഴിവിനും അറിവിനും ഒത്തവണ്ണം ഞാൻ ഉത്തരം നൽകാം. എൻ്റെ അനുജനെ മോചിപ്പിച്ചാലും. നഹുഷൻ പറഞ്ഞു, ആദ്യം എൻ്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം നൽകൂ. എന്നിട്ട് ഇവനെ ഞാൻ സ്വതന്ത്രനാക്കാം. നഹുഷൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, ആരാണ് ബ്രാഹ്മണൻ? യുധിഷ്ഠിരൻ പറഞ്ഞു, ബ്രഹ്മത്തെ അറിയുന്നവനാരോ അവൻ ബ്രാഹ്മണൻ. ബ്രഹ്മതത്വം മനസ്സിലാക്കിയവൻ ആരോ അവൻ ബ്രാഹ്മണൻ. ഏതൊരുവനാണോ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പരമമായ അറിവ് നേടിയെടുക്കുന്നത് അവൻ ബ്രാഹ്മണൻ. അവൻ സത്യവാനായിരിക്കണം, സത്യസന്ധനായിരിക്കണം, അനുകമ്പയുള്ളവനായിരിക്കണം, സൽസ്വഭാവിയും അറിവ് നേടുവാൻ നിരന്തരം പ്രയത്നിക്കുന്നവനുമായിരിക്കണം. അവനാണ് ബ്രാഹ്മണൻ. തൻ്റെ ഉത്തരം നഹുഷന് സ്വീകാര്യമല്ലെങ്കിൽ നഹുഷൻ ഭീമനെ വകവരുത്തിയാലോ എന്ന് ആശങ്കയുള്ളതിനാൽ യുധിഷ്ഠിരൻ അതീവ ശ്രദ്ധയോടെയാണ് നഹുഷന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്. നഹുഷൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, നീ പറയുന്ന പ്രകാരമെങ്കിൽ ശൂദ്രകുലത്തിൽ പിറന്ന ഒരുവൻ ബ്രഹ്മത്തെ അറിയുകയും അവൻ അഗാധമായ അറിവുള്ളവനും സത്യസന്ധനും അനുകമ്പയുള്ളവനും പരിശ്രമശാലിയുമാണെങ്കിൽ അവനെയും ബ്രാഹ്മണനായി അപ്പോൾ കണക്കാക്കുവാൻ കഴിയുമോ? യുധിഷ്ഠിരൻ പറഞ്ഞു, ഒരുവൻ ബ്രാഹ്മണനാവുന്നത് അവൻ ഏതു കുലത്തിൽ ജനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ജന്മം കൊണ്ടല്ല, മറിച്ച് കർമ്മം കൊണ്ടാണ് ഒരുവൻ ബ്രാഹ്മണനാവുന്നത്. ശൂദ്രകുലത്തിൽ പിറന്ന ഒരുവന് ബ്രാഹ്മണന്റെ ഗുണങ്ങളുണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണൻ തന്നെയാണ്. നേരെ മറിച്ച് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഒരുവന് ബ്രാഹ്മണന്റെ ഗുണങ്ങളൊന്നുമില്ലെങ്കിൽ അവനെ ബ്രാഹ്മണനായി കണക്കാക്കേണ്ട കാര്യവുമില്ല.
ബ്രാഹ്മണൻ സുഖദുഃഖങ്ങളെ ഒന്നായി കണ്ട് എല്ലാവരിലും കുടികൊള്ളുന്ന പരബ്രഹ്മം ഒന്ന് തന്നെ എന്ന് മനസ്സിലാക്കി ആ പരമമായ സത്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നു. ഏതൊരുവനാണോ സുഖദുഃഖങ്ങളിൽ മനസ്സിനെ കെട്ടിയിട്ട് ലൗകികമായ ജീവിതത്തിൽ മുങ്ങിത്താണ് ബ്രഹ്മത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്നത്, അവൻ ശൂദ്രൻ. നഹുഷൻ പറഞ്ഞു, ബ്രാഹ്മണന് ശൂദ്രനും ശൂദ്രനും ബ്രാഹ്മണനുമാകാമെങ്കിൽ പിന്നെ കുലത്തിന്റെ അർത്ഥമെന്ത്? യുധിഷ്ഠിരൻ പറഞ്ഞു, കുലത്തിന്റെ അർത്ഥം കണ്ടെത്തുക വളരെ പ്രയാസമാണ്. പല കുലത്തിൽ പിറന്ന പലരും പരസ്പരം ഇണചേർന്നാണ് ഇന്ന് കാണുന്ന മനുഷ്യർ എല്ലാവരും ജനിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ കുലം എന്ന് പറയുന്നത് കലർപ്പില്ലാത്ത വംശപരമ്പരയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. സന്താനങ്ങളില്ലാത്ത ക്ഷത്രിയ സ്ത്രീകൾ ബ്രാഹ്മണന്മാരിലൂടെ ഗർഭം ധരിച്ച് വംശം മുന്നോട്ട് കൊണ്ടുപോയത് പലപ്പോഴും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ക്ഷത്രിയ കുലത്തിൽ പിറന്ന പുരുഷന്മാർ വൈശ്യകുലത്തിൽ പിറന്ന സ്ത്രീകളിൽ സന്താനോൽപാദനം ചെയ്യുകയും പതിവാണ്. ഒരുവൻ അറിവില്ലാത്തവനായി ജീവിച്ച് അങ്ങനെ തന്നെ തുടരുവാൻ തീരുമാനമെടുത്താൽ അവൻ ശൂദ്രൻ. നേരെ മറിച്ച് അവൻ അറിവ് നേടിയെടുത്ത് ബ്രഹ്മതത്വം മനസ്സിലാക്കിയാൽ അവൻ ബ്രാഹ്മണൻ. കർമ്മം കൊണ്ട് ബ്രാഹ്മണന്റെ ഗുണങ്ങൾ നേടിയെടുക്കുന്നവനാരോ അവനാണ് ബ്രാഹ്മണൻ. യുധിഷ്ഠിരൻ തന്റെ ഉത്തരം പറഞ്ഞ് അവസാനിപ്പിച്ചതും നഹുഷൻ അഗസ്ത്യ മുനിയുടെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടു. യുധിഷ്ഠിരനിൽ നിന്നും ബ്രാഹ്മണൻ ആര് എന്ന് മനസ്സിലാക്കിയതിലൂടെ ശാപമോക്ഷം ലഭിച്ച് മനുഷ്യരൂപം തിരിച്ചു ലഭിച്ച നഹുഷൻ യുധിഷ്ഠിരന് നന്ദി പറഞ്ഞ് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. യുധിഷ്ഠിരനും ധൗമ്യ മഹർഷിയും ഭീമനോടൊപ്പം തിരിച്ച് ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു. ഇവിടെ യുധിഷ്ഠിരൻ പറഞ്ഞ ഉത്തരം വളരെ പ്രധാനമേറിയതാണ്. ഒരുവന്റെ കുലം നിശ്ചയിക്കപ്പെടുന്നത് ജന്മത്തിലൂടെയല്ല, മറിച്ച് കർമ്മത്തിലൂടെയാണ് എന്ന സത്യം. സ്വന്തം അനുജനെ രക്ഷിക്കുവാനായാണ് യുധിഷ്ഠിരൻ ഈ പരമമായ സത്യം പറയുന്നത്. എന്നാൽ ഇതേ യുധിഷ്ഠിരന്റെ സമക്ഷമാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് കർണൻ അധിക്ഷേപിക്കപ്പെടുന്നത് എന്നത് ഓർക്കണം. അരങ്ങേറ്റത്തിന്റെ വേളയിൽ സൂതകുലത്തിൽ പിറന്ന കർണൻ ക്ഷത്രിയ കുലത്തിൽ പിറന്ന അർജുനനോട് ഏറ്റുമുട്ടുവാൻ യോഗ്യനല്ല എന്ന് വിധിച്ചപ്പോൾ യുധിഷ്ഠിരൻ അന്ന് അതിനെ എതിർത്ത് ഒന്നും തന്നെ സംസാരിച്ചതില്ല. എന്നാൽ അത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമാണെന്നും അന്ന് യുധിഷ്ഠിരൻ യൗവനമായിരുന്നുവെന്നും അന്ന് അവന് അത്രയും അറിവോ പക്വതയോ ജീവിതാനുഭവങ്ങളോ ഇല്ലായിരുന്നുവെന്നും ഓർക്കേണ്ടതാണ്. നീണ്ട വനവാസകാലം യുധിഷ്ഠിരനെ മെച്ചപ്പെട്ട മനുഷ്യനാക്കി മാറ്റിയതിൻ്റെ ലക്ഷണമാണ് യുധിഷ്ഠിരൻ നഹുഷന് പറഞ്ഞ ഉത്തരം. ഇത്രയും പറഞ്ഞുകൊണ്ട് മഹാഭാരതത്തിൻ്റെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.